റഹീമിനെ സംബന്ധിച്ചിടത്തോളം 20 വർഷത്തിന് ശേഷം 20 വർഷത്തിന് ശേഷം നിങ്ങളെ നാട്ടുകാരനതാ നിങ്ങൾക്കിത് ഒരു പോറലും ഏൽക്കാതെ ഞാൻ അബ്ദുറഹീമിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അബ്ദുറഹീം എത്ര വൈകിയാലും ഒരു പോറലും ഏൽക്കാതെ നിന്റെ ഉമ്മനെ ഞാൻ ഏൽപ്പിച്ചിരിക്കും. അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി എന്ന വാക്യത ഞാൻ നിറവേറ്റിരിക്കുന്നു. നാസിൻ എംബസി ഓഫീഷ്യൽ യൂസഫ് കാക്കഞ്ചേരി ഇതിന് ഇന്ത്യൻ എംബസിയോട് ഇന്ത്യയിലെ സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസിയോടും സൗദി അറേബ്യയിലെ നീതിന്യായ വകുപ്പിനോടും സൗദി ഗവൺമെന്റിനോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ്. 2013 മുതൽ ഒരു ഉദ്യോഗസ്ഥന് റിയാദിലെ ഇന്ത്യൻ എംബസി ഇത്രമാത്രം ശ്രദ്ധ കൊടുത്ത റിയാദിലെ ഒരു നയതന്ത്ര കാര്യാലയം ഒരു വ്യക്തിക്ക് വേണ്ടി ഇത്രമാത്രം അതിന്റെ റിസോഴ്സ് ചെലവാക്കിയ അതിന്റെ ലേബർ ഫോഴ്സ് ചെലവാക്കിയ മറ്റൊരു സംഭവം ഇന്ത്യ വരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത്രമാത്രം റിയാദിലെ ഇന്ത്യൻ എംബസിയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ എംബസിയുടെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ 24 മണിക്കൂറും റഹീമിന്റെ കേസിന് വേണ്ടി ഞങ്ങൾ ഊണും ഉറക്കം കഴിഞ്ഞ് ഞാനും ഇതാ അഷ്റഫ് സാഹിബും ഇതാ ഞങ്ങൾ 2 മനുഷ്യന്മാരെ ഈ കേസിന് വേണ്ടി ഞങ്ങൾ ഊണും ഉറക്കവും മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ കേസ് വിജയിപ്പിക്കാൻ അത് അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി മാത്രമാണ്. ഈ സന്തോഷത്തിൽ അബ്ദുറഹീമിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ സൗദി അറേബ്യയിലെ പെരുന്നാൾ 20 വർഷം സൗദി അറേബ്യയിലെ ജയിലിൽ പെരുന്നാൾ ആഘോഷിച്ചിരുന്നുവെങ്കിൽ ഇന്നിതാ 20 വർഷത്തിന് ശേഷം നാട്ടിലിതാ വലിയ പെരുന്നാൾ ആഘോഷിച്ചിരിക്കുന്നു. ഞങ്ങളുടെ വാഗ്ദാനമായിരുന്നു. വാഗ്ദാനം ഞങ്ങൾ നിറവേറ്റിരിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഏറ്റവും അധികം സഹായിച്ചത് ഈ പ്രദേശത്തെ നാട്ടുകാരായ പ്രിയപ്പെട്ടവരാണ്. അവരുടെ പ്രാദേശിക കമ്മിറ്റി ഊണും ഉറക്കം ഒഴിഞ്ഞ് നമ്മളോടൊപ്പം നിന്നതുകൊണ്ടാണ് നമ്മുടെ 15 മില്യൺ എന്ന വലിയ തുകയിലേക്ക് 35 കോടി എന്ന വലിയ തുകയിലേക്ക് സാധിച്ചത്. അതിന്റെ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ജനറൽ കൺവീനർ സമരം സംസാരിക്കാനില്ല. നമുക്ക് വളരെ ജന